എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരിക്കും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് മീനൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്നതിന് പകരമായിട്ട് വഴുതനങ്ങ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു ഫ്രൈ ആണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വീട്ടിൽ വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് നോക്കിക്കോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ 2 ദിവസത്തേക്ക് നമ്മുടെ ഇവിടെ ന്യൂനമർദ്ദവും പ്രശ്നങ്ങളൊക്കെയാണ്, മഴയും പ്രശ്നങ്ങളും എല്ലാം ആയതുകൊണ്ട് മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫ്രൈ ആണിത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ വഴുതനങ്ങ ഇതുപോലെ ഈ ചെറിയൊരു തിക്നെസ്സിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വഴുതനങ്ങയുടെ കളർ മാറിപ്പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വഴുതനങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മസാല മിക്സ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഈ വഴുതനങ്ങ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വലിയ ബൗളിൽ തന്നെ മസാല മിക്സ് ചെയ്യാം. വഴുതനങ്ങ വെള്ളത്തിൽ നിന്ന് മാറ്റി അധിക സമയം വെക്കില്ല കേട്ടോ, ഉടനെ തന്നെ നമ്മൾ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാറ്റി വെച്ചത്. ഇനി നമുക്ക് മസാല മിക്സ് ചെയ്ത് തുടങ്ങാം. മസാല മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു വലിയ ബൗൾ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് എത്ര കോട്ടിംഗ് വേണം എന്നുള്ളതനുസരിച്ച് 2 or 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒരുപാട് ഉപ്പ് ചേർക്കരുത്. വഴുതനങ്ങയ്ക്ക് ചെറിയ അളവിൽ ഉപ്പ് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ വേഗം ഉപ്പ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. അത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ലെമൺ ജ്യൂസ് ഇല്ല, അതുകൊണ്ട് ഞാൻ വിനീഗറാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. ലെമൺ ജ്യൂസ് ആണെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് എടുക്കുക കേട്ടോ. ചെറിയൊരു പുളി ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ ഈ വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ല, ജിഞ്ചർ പേസ്റ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ആയി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. വഴുതനങ്ങ വെള്ളത്തിൽ നിന്ന് ഇപ്പോൾ മാറ്റിയുള്ളതുകൊണ്ട് നമുക്ക് മസാലയിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വഴുതനങ്ങ നേരത്തെ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ മസാലയിൽ വെള്ളം ചേർത്തിട്ട് വേണം വഴുതനങ്ങയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ തേച്ച് പിടിപ്പിക്കുക. കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങയിലുള്ള വെള്ളം പോരാ. ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മസാലയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. ഉപ്പ് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പൊന്നും കറക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ വഴുതനങ്ങ ഉപ്പൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വഴുതനങ്ങയും ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം മസാല തേച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ കോൺഫ്ലവറിന് പകരമായിട്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. നമുക്കിനി പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, പക്ഷെ അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ പീസുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ പതുക്കെ വെച്ച് കൊടുക്കുക. വഴുതനങ്ങയിൽ മസാല കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മസാലയും കൂടി നമുക്ക് ഈ ബൗളിൽ നിന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വഴുതനങ്ങയിൽ മസാല കുറവാണെങ്കിൽ മാത്രം കേട്ടോ. ഇപ്പോൾ വഴുതനങ്ങയിലെല്ലാം മസാല നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇതൊരു 2 റൗണ്ടായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടി വരും. ഒറ്റ റൗണ്ടിൽ ഫ്രൈ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ടല്ലോ. ഒരു വഴുതനങ്ങ ആണെങ്കിൽ ഒറ്റ റൗണ്ടിൽ തന്നെ ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇത്രയും വഴുതനങ്ങ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. ഇതിലേക്ക് ഇനി
ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് ഈ വഴുതനങ്ങയിലേക്കൊക്കെ ഒന്ന് പിടിക്കാനാണ് ഇപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ വഴുതനങ്ങയ്ക്ക്. അപ്പോൾ ഇതിനെയൊന്ന് ഒരു സൈഡ് ഫ്രൈ ആയിരുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക. ഇങ്ങനെ 2-3 പ്രാവശ്യം 2 സൈഡിലേക്കും തിരിച്ചിട്ടാൽ കറക്റ്റായിട്ട് മീൻ പൊരിയുന്ന പോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ബർണറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്, ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അധികം തിക്നെസ്സിൽ വഴുതനങ്ങ കട്ട് ചെയ്യുകയാണെങ്കിൽ കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ ചെറിയൊരു തിക്നെസ്സിൽ കട്ട് ചെയ്യുമ്പോൾ അധികം സമയം എടുക്കാതെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അതുപോലെ 2 ഫോർക്ക് ഉപയോഗിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ് ഇത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കുക്കായോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ കറക്റ്റായിട്ട് വിട്ട് വരുന്നുണ്ടെങ്കിൽ വഴുതനങ്ങ കുക്കായിട്ടുണ്ട്. നന്നായിട്ട് ഫോർക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ വഴുതനങ്ങ കുക്കാവാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഫോർക്ക് ഇറങ്ങി പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വഴുതനങ്ങയുടെ ഈ ഭാഗത്ത് ഫോർക്കൊന്നും ഇറങ്ങിപ്പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നടുഭാഗത്ത് ഇറങ്ങിപ്പോകുന്ന പോലെ എളുപ്പത്തിൽ ഇറങ്ങിപ്പോകുന്നില്ല. അപ്പോൾ ആ വഴുതനങ്ങ കുക്കായി വരാൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡിലേക്കും തിരിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ വഴുതനങ്ങ ഫ്രൈ. അതുകൊണ്ടാണ് നമ്മൾ കോൺഫ്ലോർ അരിപ്പൊടി ചേർക്കുന്നത്. ക്രിസ്പി ആയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒഴിവാക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള വഴുതനങ്ങയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കാണാം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയെല്ലാം നമ്മളിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.